താരസംഘടനയായ അമ്മയിൽ മത്സര ചിത്രം തെളിയുന്നു. ദേവനും ശ്വേതാ മേനോനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്ന ബാബുരാജ് മത്സരത്തിൽ നിന്നും പിന്മാറി. വൈകിട്ട് 4 മണിക്ക് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ മത്സരചിത്രം വ്യക്തമാകും. ജഗദീഷും ശ്വേതാമേനോനും ജോയ് മാത്യുവും ഉൾപ്പെടെ 7 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. ഇതിൽ ജോയ് മാത്യുവിന്റെ നാമനിർദ്ദേശ പത്രിക ആദ്യമേ തള്ളിയിരുന്നു. ഒരു വനിത പ്രസിഡന്റ് ആകട്ടെ എന്ന നിലപാടിലേക്ക് എത്തിയ ജഗദീഷ് പിന്നീട് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. ഇതിനു പിന്നാലെ അനൂപ് ചന്ദ്രനും രവീന്ദ്രനും ജയൻ ചേർത്തലയും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. ഇതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ശ്വേതാമേനോനും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടത്തിന് കളമൊരുങ്ങി. ഇതിനിടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് ബാബുരാജിന്റെ പിന്മാറ്റം ഏറെ ചർച്ചയായി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ വ്യാഴാഴ്ചയാണ് മത്സരിക്കേണ്ടതില്ലെന്ന് ബാബുരാജ് തീരുമാനിച്ചത്. ആരോപണ വിധേയർ മത്സരിക്കരുതെന്ന് താരസംഘടനയുടെ ഒരു വിഭാഗം ആവശ്യമുന്നയിച്ചിരുന്നു. പീഡന പരാതിക്ക് പുറമെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണവും ബാബുരാജിനെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നു. സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിലാണ് ബാബുരാജിന്റെ പിന്മാറ്റമെന്നാണ് സൂചന. ബാബുരാജ് പിന്മാറിയതോടെ കുക്കു പരമേശ്വരനും രവീന്ദ്രനുമായിരിക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുക. ജയൻ ചേർത്തലയും നവ്യ നായരും ഉൾപ്പെടെയുള്ളവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ ഉൾപ്പെടെ 16 പേരും 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 15 പേരും നേരത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ട്രഷറർ സ്ഥാനത്തേക്കും 9 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ വ്യാഴാഴ്ച 4 മണിക്ക് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ മത്സര ചിത്രം വ്യക്തമാകും. ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ്. കൈരളി ന്യൂസ്, കൊച്ചി.